Oh my gosh. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയ എൻ്റെ എക്സൈറ്റ്മെന്റ് ആണ് അമ്മയുടെ മുഖത്ത്. അതിന് ഇത്രയും എക്സൈറ്റ്മെന്റ് വേണമെന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. അമ്മ എവിടെ പോവാ? നമ്മൾ ദുബായിൽ വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 3 വർഷം ആകാൻ പോകുന്നു. ഈ മഹാത്ഭുതം കാണാൻ പലതവണ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് കയറണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല എന്നല്ല, നമ്മൾ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ ഇടയ്ക്ക് ഒരു ഓഫർ നടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ അമ്മയോട് നമുക്ക് പോയാലോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയുടെ മുഖത്ത് കണ്ടൊരു എക്സൈറ്റ്മെന്റ് അല്ലോ. സാധാരണ എവിടെ പോകണമെന്ന് പറഞ്ഞാലും നിങ്ങൾ പോയിട്ട് ആ മക്കളെ എന്ന് പറയുന്ന അമ്മ ഇവിടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ തീരുമാനിച്ചാണ് അമ്മയും കൊണ്ട് ഇവിടെ വരണമെന്ന്. അതെ, നമ്മൾ ഇന്ന് ബുർജ് ഖലീഫയുടെ മുകളിൽ, ഈ ലോക മഹാത്ഭുതത്തിന്റെ മുകളിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. അതിന്റെ ഒരു ഫീല് ഞാൻ എങ്ങനെയാ പറഞ്ഞറിയിക്കുന്നത്. നമ്മൾ രണ്ടുപേരും ഒരുപോലെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഈ എക്സൈറ്റ്മെന്റിനേക്കാളും ഉപരി ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് തോന്നിയത്. ലൈഫിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല കേട്ടോ എന്നെ കൊണ്ട് എൻ്റെ അമ്മയെ ഇതൊക്കെ കൊണ്ട് കാണിക്കാൻ പറ്റുമെന്നോ. പോയിട്ട് നമ്മുടെ കേരളം, നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും എൻ്റെ അമ്മയെ കൊണ്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പം എൻ്റെ അമ്മയുടെ മുഖത്ത് കണ്ടൊരു ചിരി ഉണ്ടല്ലോ, ആ ഒരു മൊമെന്റ് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു മൊമെന്റ് ആയിരിക്കും. കാരണം എൻ്റെ അമ്മ വേറെ എവിടെ പോയിട്ട് ഇത്രയും സന്തോഷമായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ അമ്മയുടെ ഈ സന്തോഷം ഒരിക്കലും ബുർജ് ഖലീഫയുടെ മുകളിൽ വന്നതുകൊണ്ടല്ലാന്ന് എനിക്കറിയാമേ. ലൈഫ് മൊത്തം ഒറ്റയ്ക്ക് പൊരുതി കഷ്ടപ്പെട്ട ഒരു വ്യക്തി ഇപ്പൊ ഇത്രയും ഉയരത്ത് നിൽക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. എൻ്റെ അമ്മ ഒരു സിംഗിൾ മദറാണ്. ഒരുപാട് കഷ്ടപ്പെടാൻ ഞങ്ങൾ രണ്ടുപേരെ വളർത്തിയത്. നാട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് പറയും, ഇതൊക്കെ പേടിച്ചാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പതേ ഈ ഉയരത്തില് ആകാശത്തിൽ നിൽക്കുന്നത് തന്നെ പറയാം. നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ നാട്ടുകാരും എന്തിന് ഈ മനുഷ്യന്മാരെല്ലാം വളരെ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. ഇവരെ പേടിച്ചിട്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരുന്നത്. ശരിക്കും നമ്മുടെ ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ ഇവരിൽ നിന്നൊക്കെ ഓടി അകലല്ല വേണ്ടത്, ഇവരിൽ നിന്നൊക്കെ ഉയർന്ന് പറക്കണം. എവിടെയാകുമ്പോ സ്വപ്നം കാണണം പോലും വിചാരിച്ചില്ല. സത്യം പറഞ്ഞ ബുർജ് ഖലീഫ മണ്ടേ വന്ന് ഹാപ്പിയായ ഭയങ്കര ഹാപ്പി.